ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പോളം പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ്. നിങ്ങൾക്ക് എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നോമ്പൊക്കെ അല്ലേ, നോമ്പിൽ അധികമായിട്ട് യൂസ് ചെയ്യുന്നതാണ് മിൽക്ക് മെയ്ഡ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെയാണ് നമുക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മിൽക്ക് മെയ്ഡാണ്. 1 മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും പിടിക്കാത്ത നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടി അറിയിക്കണം. അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോളം ഗ്യാസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇത് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയും തിക്ക് മതി. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ബൈ ബൈ.